അർജുനായുള്ള തിരച്ചിൽ അങ്കോളയിലെ ഷിരൂരിൽ തുടരുകയാണ്. ലോറിയുടെ സ്ഥാനം ഇനിയും കൃത്യമായി നിർണ്ണയിക്കാൻ സാധിച്ചിട്ടില്ല. സ്ഥലത്തെ മണ്ണ് നീക്കി സാങ്കേതിക പരിശോധന തുടരുകയാണ്. അതേസമയം ഒരു മണ്ണുമാന്തി യന്ത്രം മാത്രമാണ് രക്ഷാപ്രവർത്തനത്തിന് ഉപയോഗിക്കുന്നതെന്ന ആരോപണം ശക്തമായി. ഇതിനു പിന്നാലെ രക്ഷാദൌത്യം നടക്കുന്ന സ്ഥലത്ത് നിന്ന് മാധ്യമപ്രവർത്തകരെ അടക്കം മാറ്റുകയും ചെയ്തു. മാധ്യമപ്രവർത്തകരെ നീക്കുന്നതിന് മുൻപ് സ്ഥലത്ത് നിന്ന് ഞങ്ങളുടെ പ്രതിനിധി സരീഷ് പി.കെ. തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. റഡാർ എത്തിച്ചുള്ള പരിശോധനയിലാണ് ചെറിയ സിഗ്നലുകളെങ്കിലും ലഭിച്ചിട്ടുള്ളത്. പക്ഷേ അത് ഇപ്പോഴും ലോറിയുടേതാണെന്ന് സ്ഥിരീകരിക്കാൻ NIT ഉദ്യോഗസ്ഥർ തയ്യാറായിട്ടില്ല. എനിക്ക് പിന്നിൽ കാണുന്ന ഈ ഭാഗത്താണ് GPS സംവിധാനം ഉപയോഗിച്ചുള്ള പരിശോധനയിൽ ഇവിടെ ലോറി ഉണ്ട് എന്ന് കാണുന്നത്. നമുക്കിപ്പോൾ ഇറ്റാച്ചി നിർത്തിയിട്ടിരിക്കുന്നത് കാണാം. ഈ ഭാഗത്താണ് ഇന്നലെ GPS സംവിധാനത്തിലൂടെയും അതോടൊപ്പം തന്നെ സിഗ്നൽ സംവിധാനത്തിലൂടെയും ഇവിടെ ലോറി ഉണ്ട് എന്നൊരു കണ്ടെത്തൽ നടത്തിയത്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിലുള്ളൊരു സിഗ്നൽ ലഭിക്കാൻ ഉദ്യോഗസ്ഥർക്ക് അല്ലെങ്കിൽ NIT ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. അവർ പറയുന്നത് മണ്ണിനടിയിൽ ഒരു സിഗ്നലുണ്ട്, പക്ഷേ അത് ഏതെങ്കിലും രീതിയിൽ ഇത് അല്ലെങ്കിൽ ലോറിയുടേതാണ് എന്ന് സ്ഥിരീകരിക്കാൻ ആവില്ല എന്നാണ് അവർ പറയുന്നത്. ആ ലോറിയുടെ സ്ഥിരീകരിക്കാൻ കാരണം അടിയിൽ ചെളിയും മണ്ണുമുണ്ട്. ആ ചെളിയും മണ്ണും കാരണം ഒരുപക്ഷെ NIT അല്ലെങ്കിൽ ഈ റഡാറിൽ ആ ചെളിയും മണ്ണും കല്ലും ഈ സിഗ്നലിൻ്റെ ഭാഗമായി കാണിച്ചേക്കാം. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ കൃത്യമായൊരു സ്ഥിരീകരണം നടത്താനാവില്ല എന്ന് തന്നെയാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. അതോടൊപ്പം അവർ ചില കാര്യങ്ങൾ കൂടി ചൂണ്ടിക്കാട്ടുന്നു. ഈ സ്ഥലത്ത് നിന്നും കൃത്യമായി കുറച്ചുകൂടി മണ്ണ് എടുക്കുകയാണെങ്കിൽ, അതായത് ഈ നിലവിലെ അളവിൽ നിന്നും കുറച്ചുകൂടി മണ്ണ് നീക്കം ചെയ്യുകയാണെങ്കിൽ കൃത്യമായി സിഗ്നൽ ലഭിക്കും എന്നാണ് അവർ പറയുന്നത്. അതിന് കാരണം പറയുന്നത് ഈ 6 മീറ്ററോളം മണ്ണ് നിലവിലുണ്ട് ഈ പ്രദേശത്ത്. നമ്മൾ കാണുന്ന ഈ പ്രദേശത്ത് 6 മീറ്ററിലേറെ ഉയരത്തിലാണ് ഇപ്പോൾ മണ്ണുള്ളത്. നമുക്ക് കാണാം ആ വനമേഖലയിൽ നിന്നാണ് ഇത്രത്തോളം മണ്ണ് താഴോട്ടേക്ക് ഒലിച്ചിറങ്ങിയിട്ടുള്ളത്. ഇപ്പോഴും അവിടെ പല ഭാഗങ്ങളിലും മണ്ണിടിച്ചിലുണ്ട്. ചില മരങ്ങൾ ഇളകി നിൽക്കുകയാണ്. ആ മണ്ണ് താഴോട്ടേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ വലിയ പ്രതിസന്ധി ഉണ്ടാവും. അപ്പോൾ ആ മണ്ണ് നീക്കം ചെയ്യണം എന്നാണ് ഇപ്പോൾ നിർദ്ദേശമായി മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ആ സംവിധാനത്തിൽ നിന്നും താഴേക്ക് ഇറങ്ങി അല്ലെങ്കിൽ ഈ മണ്ണ് ഒരു അടിയെങ്കിലും താഴോട്ട് നീക്കിയാൽ മാത്രമേ ഇപ്പോഴും പോലീസ് ഉദ്യോഗസ്ഥർ കൃത്യമായി ഞങ്ങളെ തടയുന്നു, മാധ്യമപ്രവർത്തകരെ തടയുന്നു. കാരണം അതിനൊരു പ്രത്യേക കാരണമാണ്. ഒന്ന്, ഈ റോഡിൽ നിന്നും ഇനിയും മീറ്ററുകൾ അകലെയാണ് ഈ അർജുൻ്റെ വാഹനമുള്ളത്. കാരണം ഈ വശത്ത് മാത്രമാണ് ഈ വാഹനം നിർത്തിയിട്ടിരുന്നത്. അവിടെ ഒരു കടയുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഭാഗത്താണ് ലോറി നിർത്തിയിട്ടിരുന്നത്. ആ ലോറി നിർത്തിയിൽ നിന്നും മീറ്ററുകൾ ദൂരെയാണ് ഇപ്പോഴും മണ്ണ് നീക്കം ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ഒരുപക്ഷെ ഇനിയും മണിക്കൂറുകൾ ശ്രമിച്ചാൽ മാത്രമേ ഈ മണ്ണ് മുഴുവനായി നീക്കം ചെയ്യുകയുള്ളൂ. ഇവിടെ നമുക്ക് കാണാം, അവിടെ കൃത്യമായ ഒരു പ്രവർത്തനവും നടക്കുന്നില്ല. ഒരു ഇറ്റാച്ചി ഉപയോഗിച്ച് മണ്ണ് നീക്കിയിട്ടുണ്ട്. അതിനപ്പുറത്തേക്കുള്ള ഒരു പ്രവർത്തനവും അവിടെ നടക്കുന്നില്ല. മറിച്ച് ഈ റോഡിലെ മണ്ണ് നീക്കം ചെയ്ത് ഗതാഗതം പുനരാരംഭിക്കാനുള്ള ശ്രമങ്ങൾ മാത്രമാണ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത്. അത് കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കപ്പെടും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥർ നമ്മളെ വിലക്കുന്നതും ഇവിടെ കയറരുത് എന്നൊരു നിർദ്ദേശം നൽകുന്നതും. മറിച്ച് ഇവിടെ യാതൊരു തരത്തിലുള്ള പ്രശ്നവുമില്ല. നിലവിലെ സാഹചര്യം അനുസരിച്ചാണെങ്കിൽ റോഡിലെ മണ്ണ് നീക്കം ചെയ്യുക എന്നുള്ള മാത്രം പ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത്. ആ ലോറി അല്ലെങ്കിൽ ഈ ഇറ്റാച്ചി നിൽക്കുന്ന സ്ഥലത്ത് നിന്നും നീക്കിയാൽ മാത്രമേ യഥാർത്ഥത്തിൽ അവിടെ ഏതെങ്കിലും രീതിയിൽ ആ ലോറി ഉണ്ടോ എന്ന് കണ്ടെത്താനാവുകയുള്ളൂ. പക്ഷേ അവരതിന് തയ്യാറാവുന്നില്ല. മറിച്ച് ഈ റോഡിലെ മണ്ണ് മാത്രം നീക്കുന്നു. റോഡിലെ ഗതാഗതം പുനരാരംഭിക്കുക എന്നൊരു ലക്ഷ്യത്തോടെ മാത്രമാണ് അവർ ഈ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഒരുപക്ഷെ അത് പുറം ലോകം അറിയും. അർജുനുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അർജുനെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ അവർ ഒന്നും നടത്തുന്നില്ല എന്ന കാര്യം പുറം ലോകം അറിയും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ മാധ്യമപ്രവർത്തകരെ ഉൾപ്പെടെ രാവിലെ മുതൽ ഈ മേഖലയിലേക്ക് കടത്തിവിടാതിരുന്നത് എന്ന് വ്യക്തമാണ്.